ലോഗോസ് ക്വിസ് 2025 എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം. ഇന്ന് ന്യായാധിപന്മാർ 11ഉം 12ഉം അധ്യായത്തിലെ ചോദ്യവും ഉത്തരവുമാണ് കേൾക്കാൻ പോകുന്നത്. അധ്യായം 11 ന്യായാധിപന്മാർ. ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിലെ പഠന ഭാഗത്ത് ആദ്യം കടന്നു വരുന്ന വ്യക്തി. ഉത്തരം ജെഫ്ത. ചോദ്യം 2. ന്യായാധിപൻ ഗ്രന്ഥത്തിലെ പഠനഭാഗത്തെ ആദ്യ പേരിനാണ് ജെഫ്ത ഏത് ദേശത്തുകാരനാണ്? ഉത്തരം ഗിലെയാദ്. ചോദ്യം 3. ഗിലെയാദുകാരനായ ജെഫ്തായുടെ പിതാവ്. ഉത്തരം ഗിലെയാദ്. ചോദ്യം 4. അന്യ സ്ത്രീയുടെ മകനായ ജെഫ്തായ്ക്ക് പിതാവിൽ നിന്ന് എന്ത് ലഭിക്കാൻ പാടില്ലെന്നാണ് ഗിലെയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ ശഠിക്കുന്നത്? ഉത്തരം പിതാവിൻ്റെ അവകാശം. ചോദ്യം 5. സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ എന്ന ദേശത്ത് താമസിച്ച ജെഫ്തായുടെ കൂടെ ചേർന്നതാര്? ഉത്തരം ഒരു നീചസംഘം. ചോദ്യം 6. ന്യായാധിപന്മാർ 11-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നതാരെന്നാണ് പരാമർശിക്കപ്പെടുന്നത്? ഉത്തരം അമ്മോന്യർ. ചോദ്യം 7. അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ ആര് തങ്ങളെ നയിക്കണമെന്നാണ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ വ്യക്തമാക്കുന്നത്? ഉത്തരം ജെഫ്ത. ചോദ്യം 8. അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ എന്ന് ആരോട് ചോദിക്കുന്നതാണിത്? ഉത്തരം ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട്. ചോദ്യം 9. ന്യായാധിപ ഗ്രന്ഥത്തിലെ പഠനഭാഗത്തെ ആദ്യ സംഭാഷണം ആര് തമ്മിലുള്ളതാണ്? ഉത്തരം ജെഫ്തായും സഹോദരന്മാരും. ചോദ്യം 10. ജെഫ്ത പറയുന്നത് പോലെ ചെയ്യുമെന്ന് തീർച്ച പറയുന്നതാരാണ്? ഉത്തരം ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ. ചോദ്യം 11. ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് അവരോട് ഒപ്പം പോയ ജെഫ്തായെ ജനം സ്വീകരിക്കുന്നത് ആരായിട്ടാണ്? ഉത്തരം നേതാവായി. ചോദ്യം 12. ഇസ്രായേൽ ജനം എവിടെ നിന്ന് വരുന്നുവെന്നാണ് അമ്മോന്യ രാജാവായ ജെഫ്തായുടെ ദൂതന്മാരോട് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഈജിപ്ത്. ചോദ്യം 13. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ എവിടെ മുതൽ എവിടെ വരെയുള്ള തൻ്റെ സ്ഥലം കൈവശപ്പെടുത്തിയെന്നാണ് ജെഫ്ത അയച്ച ദൂതന്മാരോട് അമ്മോന്യ രാജാവ് പറയുന്നത്? ഉത്തരം അർണോൺ മുതൽ ജബോക്കും ജോർദാനും വരെയുള്ള സ്ഥലം. ചോദ്യം 14. ഇസ്രായേൽ ആരുടെ ദേശം കൈയടക്കിയിട്ടില്ലെന്നാണ് ജെഫ്ത 2ാം തവണ ദൂതന്മാർ വഴി അമ്മോന്യ രാജാവിനെ ബോധിപ്പിക്കുന്നത്? ഉത്തരം മോവാബ്യരുടെയോ അമ്മോന്യരുടെയോ. ചോദ്യം 15. ഏതോം രാജാവിനെ പോലെ ഇസ്രായേൽക്കാരെ തൻ്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കാത്ത മറ്റൊരു രാജാവ്? ഉത്തരം മൊവാബ് രാജാവ്. ചോദ്യം 16. മൊവാബിൻ്റെ അതിർത്തിയായി സൂചിപ്പിക്കപ്പെടുന്ന പ്രദേശം? ഉത്തരം അർണോൺ. ചോദ്യം 17. ഹെഷ്ബോണിലെ അമോര്യ രാജാവ്? ഉത്തരം സീഹോൻ. ചോദ്യം 18. തൻ്റെ ദേശത്തിലൂടെ ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം വരാത്ത രാജാവ് ആരായിരുന്നു? ഉത്തരം സീഹോൻ. ചോദ്യം 19. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവൻ്റെ ജനത്തെയും ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്? ഉത്തരം ഇസ്രായേൽക്കാരുടെ. ചോദ്യം 20. അമ്മോന്യരുടെ ദൈവമായി പ്രതിപാദിക്കപ്പെടുന്നത് ആര്? ഉത്തരം കെമോഷ്. ചോദ്യം 21. അമ്മോന്യരുടെ ദൈവമായ കെമോഷ് നൽകുന്നത് അമ്മോന്യ രാജാവ് കൈവശം വയ്ക്കുന്നത് പോലെ ആര് തങ്ങൾക്ക് ഒഴിപ്പിച്ചു തരുന്നതൊക്കെ തങ്ങൾ കൈവശമാക്കുമെന്നാണ് ജെഫ്ത പറയുക? ഉത്തരം ഞങ്ങളുടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ചോദ്യം 22. അമ്മോന്യ രാജാവ് ആരേക്കാൾ ശ്രേഷ്ഠനാണോ എന്നാണ് ജെഫ്ത ചോദിക്കുക? ഉത്തരം ബാലാക്കിനേക്കാൾ. ചോദ്യം 23. ജെഫ്ത ആരോടാണ് ഒരപരാധവും ചെയ്തിട്ടില്ലെന്ന് വാദിക്കുന്നത്? ഉത്തരം അമ്മോന്യ രാജാവിനോട്. ചോദ്യം 24. ന്യായാധിപ കർത്താവ് ആർക്കിടയ്ക്ക് എന്ന് ന്യായവിധി നടത്തട്ടെ എന്നാണ് ജെഫ്ത പ്രത്യാശിക്കുന്നത്? ഉത്തരം ഇസ്രായേൽക്കും അമ്മോന്യർക്കും. ചോദ്യം 25. കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ച ജെഫ്ത ഗിലെയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഏത് പ്രദേശത്തേക്കാണ് കടന്നത്? ഉത്തരം ഗിലെയാദിലെ മിസ്പായിലേക്ക്. ചോദ്യം 26. അമ്മോന്യരുടെ മേൽ കർത്താവ് ജെഫ്തായ്ക്ക് വിജയം നൽകുമെങ്കിൽ ജെഫ്ത അർപ്പിക്കുമെന്ന് പറയുന്ന ബലി? ഉത്തരം ദഹനബലി. ചോദ്യം 27. അമ്മോന്യരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ ജെഫ്തായെ എതിരേൽക്കാൻ
പടിവാതിൽക്കൽ ആദ്യം വരുന്നയാൾ ആരുടേതായിരിക്കുമെന്നാണ് ജെഫ്ത കർത്താവിനോട് വാഗ്ദാനം ചെയ്യുന്നത്? ഉത്തരം കർത്താവിൻ്റേത്. ചോദ്യം 28. അമ്മോന്യരുടെ എത്ര പട്ടണങ്ങളിലുള്ളവരെയാണ് ജെഫ്ത വകവരുത്തിയത്? ഉത്തരം 20. ചോദ്യം 29. അമ്മോന്യരെ തോൽപ്പിച്ച ശേഷം വീട്ടിലെത്തിയ ജെഫ്തായെ എതിരേൽക്കാൻ ആദ്യം എത്തിയതാര്? ഉത്തരം ജെഫ്തായുടെ ഏക മകൾ. ചോദ്യം 30. യുദ്ധ വിജയത്തെ തുടർന്ന് തപ്പുകൊട്ടി നൃത്തം വെച്ച് ഏകമകളാൽ എതിരേൽക്കപ്പെട്ട ജെഫ്ത ദുഃഖത്തിലാവുകയും വിഷമത്തിലാവുകയും ചെയ്തതെന്തിനാണ്? ഉത്തരം കർത്താവിന് നേർച്ച നേർന്നതിനാൽ. ചോദ്യം 31. നേർച്ചകൾ നിറവേറ്റണമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന പഴയ നിയമ പുസ്തകം? ഉത്തരം സംഖ്യ 30:2. ചോദ്യം 32. പിതാവിൻ്റെ നേർച്ചയനുസരിച്ച് തന്നെ ദഹനബലിയായി കർത്താവിന് സമർപ്പിക്കുന്നുവെങ്കിൽ എന്തിനെ പ്രതിഫലിപ്പിക്കാൻ അനുവദിക്കണമെന്നാണ് ജെഫ്തായുടെ മകൾ പിതാവിനോട് ആവശ്യപ്പെടുന്നത്? ഉത്തരം കന്യാത്വത്തെ പ്രതി. ചോദ്യം 33. കർത്താവിന് ദഹനബലിയായി സമർപ്പിക്കേണ്ടതിനാൽ തൻ്റെ കന്യാത്വത്തെ പ്രതി എത്ര നാൾ വിലപിക്കാൻ അനുവദിക്കണമെന്നാണ് ജെഫ്തായുടെ മകൾ അപേക്ഷിക്കുന്നത്? ഉത്തരം 2 മാസത്തേക്ക്. ചോദ്യം 34. വേറെ മകനോ മകളോ ഇല്ലാതിരുന്നിട്ടും തൻ്റെ ഏക സന്താനത്തെ നേർച്ച നിറവേറ്റുന്നതിനായി കർത്താവിന് ദഹനബലിയായി അർപ്പിച്ച ന്യായാധിപൻ? ഉത്തരം ജെഫ്ത. ചോദ്യം 35. ന്യായാധിപന്മാരുടെ 11-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 40. അധ്യായം 12. ന്യായാധിപന്മാർ. ചോദ്യം 36. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 12-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? ഉത്തരം 15. ചോദ്യം 37. ന്യായാധിപന്മാർ 12-ാം അധ്യായം അനുസരിച്ച് യുദ്ധത്തിനൊരുങ്ങിയ എഫ്രായിംകാർ ചെന്നത് എവിടെയാണ്? ഉത്തരം സഹോണിൽ. ചോദ്യം 38. അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്തെന്ന ചോദ്യം ആരോടാണ് ഉന്നയിക്കുന്നത്? ഉത്തരം എഫ്രായിംകാർ ജെഫ്തായോട്. ചോദ്യം 39. ജെഫ്തായും ജനവും വലിയ കലഹത്തിലായിരുന്നു ആരുമായിട്ടാണ്? ഉത്തരം അമ്മോന്യരുമായി. ചോദ്യം 40. അമ്മോന്യരുടെ കൈകളിൽ നിന്ന് എഫ്രായിംകാർ ജെഫ്തായെയും ജനത്തെയും രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ജീവൻ കയ്യിലെടുത്ത് അമ്മോന്യർക്കെതിരെ ചെന്നതാര്? ഉത്തരം ജെഫ്ത. ചോദ്യം 41. ഗിലെയാദുകാർ എഫ്രായിമിനെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് പറഞ്ഞതാര്? ഉത്തരം എഫ്രായിംകാർ. ചോദ്യം 42. ഗിലെയാദുകാർ എഫ്രായിംകാരെ തകർത്ത് കളഞ്ഞത് അവർ എന്ത് പറഞ്ഞ് ഗിലെയാദുകാരെ പരിഹസിച്ചതിനാലാണ്? ഉത്തരം ഗിലെയാദുകാർ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന്. ചോദ്യം 43. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ പിടിച്ചെടുത്തത് എന്താണ്? ഉത്തരം ജോർദാൻ്റെ കടവുകൾ. ചോദ്യം 44. എഫ്രായിമിൽ നിന്നുള്ള അഭയാർത്ഥി അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗിലെയാദുകാർ ഉന്നയിക്കുന്ന മറുചോദ്യം എന്തായിരുന്നു? ഉത്തരം നീ ഒരു എഫ്രായിംകാരനോ? ചോദ്യം 45. എഫ്രായിംകാരൻ ഹിഷ്ബോലാത്ത് എന്നതിന് പകരം സിബുബോലാത്ത് എന്ന് ഉച്ചരിക്കുമ്പോൾ ഗിലെയാദുകാർ അവനെ പിടിച്ച് കൊല്ലുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ജോർദാൻ്റെ കടവുകളിൽ. ചോദ്യം 46. ന്യായാധിപന്മാർ 12-ാം അധ്യായം അനുസരിച്ച് ഗിലെയാദുകാർ അന്നാളുകളിൽ എത്ര എഫ്രായിംകാരെയാണ് വധിച്ചത്? ഉത്തരം 42,000. ചോദ്യം 47. ജെഫ്ത എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം 6 വർഷം. ചോദ്യം 48. ജെഫ്തായുടെ പിൻഗാമിയായി ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ഇബ്സാൻ്റെ സ്വദേശം? ഉത്തരം ബേത്ലഹേം. ചോദ്യം 49. ഇബ്സാൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം 7 വർഷം. ചോദ്യം 50. ഇസ്രായേലിൽ 7 വർഷം ന്യായപാലനം നടത്തിയ ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം ബേത്ലഹേമിൽ. ചോദ്യം 51. സെബുലോൻകാരനായ ഏലോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ കാലയളവ്? ഉത്തരം 10 വർഷം. ചോദ്യം 52. 10 വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ സെബുലോൻകാരനായ ഏലോനെ സംസ്കരിച്ചത് എവിടെയാണ്? ഉത്തരം സെബുലോൺ ദേശത്ത് അയ്യാലോണിൽ. ചോദ്യം 53. അബ്ദോൻ്റെ പിതാവ്? ഉത്തരം ഹില്ലേ. ചോദ്യം 54. 40 പുത്രന്മാരുണ്ടായിരുന്ന അബ്ദോൻ്റെ പൗത്രന്മാരുടെ എണ്ണം? ഉത്തരം 30. ചോദ്യം 55. ഹില്ലേലിൻ്റെ പുത്രനായ അബ്ദോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ കാലയളവ്?
ഉത്തരം 8 വർഷം. ചോദ്യം 56. അബ്ദോൻ സംസ്കരിക്കപ്പെട്ട പിറദോൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അമലൂക്കയുടെ മലനാട്ടിലെ എഫ്രൈം ദേശത്ത്. ചോദ്യം 57. ന്യായാധിപന്മാർ 12-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട്. ഉത്തരം അബ്ദോൻ. ചോദ്യം 58. ന്യായാധിപന്മാർ 12-ാം അധ്യായത്തിൽ എത്ര ന്യായാധിപന്മാരെക്കുറിച്ചുള്ള വിവരണമാണ് ലഭിക്കുന്നത്? ആരെല്ലാമാണിവർ? ഉത്തരം 4. ജെഫ്ത, ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ. ചോദ്യം 59. ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിലെ 12-ാം അധ്യായത്തിൽ കർത്താവ് എന്ന പദം എത്ര തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഉത്തരം. ചോദ്യം 60. ന്യായാധിപന്മാർ 12-ാം അധ്യായത്തിലെ അവസാനത്തെ വിവരണം ഏത് ന്യായാധിപനെ കുറിച്ചാണ്? ഉത്തരം അബ്ദോൻ. ഇങ്ങനെ 60 ചോദ്യമാണ് അധ്യായം 11-ഉം 12-ൽ നിന്നും എടുത്തിരിക്കുന്നത്.